വൈഗയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എറണാകുളത്ത് സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഈ കേസിൽ മിസ്സിംഗ് അതിലെ മകളായിരുന്നു അവിടുത്തെ ബോഡി കിട്ടിയത്. അതാണ് ഇതിൽ ഇത്രയും ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. അപ്പോൾ ഇതിലെ സനുമോഹൻ്റെ തെരച്ചിൽ നമ്മൾ തുടങ്ങി. ഈ തെരച്ചിലിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇദ്ദേഹത്തിനെ ഇന്നലെ കാർവാർ കർണാടക സ്റ്റേറ്റിൽ പിടികൂടി. അദ്ദേഹത്തിൻ്റെ കൺഫെഷൻ പ്രകാരം ഈ കേസ് ഒരു കൊലപാതകമാണെന്ന് മനസ്സിലായി. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകളെ ഈ ഒരു ആക്ട് ചെയ്തു എന്നാണ് നമ്മൾ ഒരു പ്രൈമ ഫേസിയുള്ള നിഗമനം. അദ്ദേഹത്തിൻ്റെ ക്വസ്റ്റനിങ് നടക്കുകയാണ്. അത് എങ്ങനെ ചെയ്തു എന്നുള്ളതിൽ ഇനി കുറച്ചുകൂടെ എവിഡൻസ് നമ്മൾ കയ്യിലുള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട്, കെമിക്കൽ എക്സാമിനർ റിപ്പോർട്ടും ഉണ്ട്. ഇതിൻ്റെ പ്രകാരം ഇദ്ദേഹം ചെയ്ത കൃത്യത്തിനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്താണെന്നുള്ള വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അദ്ദേഹം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഒന്നുകൂടെ അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിലെ പ്രൈമ ഫേസി നമുക്ക് മനസ്സിലായത് ഇതൊരു കൊലപാതകം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ നമുക്ക് മനസ്സിലായ മോട്ടീവ്സ് എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് കടബാധ്യതകളുണ്ടായിരുന്നു. ഇതുകൊണ്ടുള്ള ഒരു ടെൻഷൻ കൊണ്ടാണ് ഇനി ഇത് ഇവിടെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പ്ലാൻ ചെയ്തതെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അതിൻ്റെ നമ്മുടെ എവിഡൻസസ് എടുക്കുകയാണ്. ഇത് പ്രൈമ ഫേസിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്രം ഹിസ് സൈഡ് ഹി സേസ് ദാറ്റ് ബിക്കോസ് ഹി ഡസൻറ്റ് വാണ്ട് ടു ലീവ് ഹിസ് ഡോട്ടർ ആഫ്റ്റർ ഹി ഗോസ് അവേ, he doesn't want to abandon his daughter. That's why he killed her first. Then he wanted to kill himself, but it never happened. അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷെ അതിന് നമ്മൾ ഇനി അതിന് എവിഡൻസ് എടുക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ വാദം എന്തൊക്കെയാണെന്ന്. പക്ഷേ ഒരു കാര്യം കുറച്ചുകൂടെ ക്ലിയറായി കിട്ടിയതെന്ന് പറഞ്ഞ് തേർഡ് പാർട്ടീസ് ആരും ഇല്ല എന്നാണ് ഇതിൻ്റെ ഉള്ള ഒരു നമുക്ക് നിഗമനം. ഇത് കൂടി ഒരു മിസ്റ്ററി, ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. ആരെങ്കിലും തേർഡ് പാർട്ടീസ് കൂടി ഉണ്ടായിരുന്നു ഇവരുടെ ഈ ഡിസപ്പിയറൻസിന്, ഈ കുട്ടിയുടെ മരിക്കുന്നതിന് എന്തെങ്കിലും തേർഡ് പാർട്ടി ഉണ്ടായിരുന്നോ എന്ന ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ആ ഡൗട്ട് കൂടെ നമുക്ക് ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ടുണ്ട്, ആരും ഇല്ലായിരുന്നു എന്ന്. ഇദ്ദേഹം തന്നെ പ്ലാൻ ചെയ്തതാണ്. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കാറിൽ വാലയാർ ചെക്ക് പോസ്റ്റ് നമ്മൾ ആദ്യത്തെ അതായിരുന്നു ഇദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള അതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് നമുക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി വാലയാർ ക്രോസ് ചെയ്തുവെന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. വേറെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ഇദ്ദേഹം ഈ അദ്ദേഹത്തിന് ട്രേസ് ഇല്ലാതാക്കുക എന്നുള്ള ഒരു ബിഹേവിയർ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ കൂടുതൽ അദ്ദേഹം he has removed maximum traces of his disappearance. So our challenge was mainly to track him and first locate him, despite all his planning and effort to remove all the traces. So ultimately we succeeded in locating him and tracking him. He went to several places. ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങിയിട്ടാണ് നമുക്ക് ഇന്നലെ ഈ കാർവാറിൽ കിട്ടിയത്. അതിൻ്റെ ഒരു പെനൾട്ടിമേറ്റ് ഭാഗമായിരുന്നു അന്ന് നമ്മൾ ഈ മൂകാംബിക്കയിൽ കണ്ട ഹോട്ടൽ ക്ലിപ്പിംഗ്. നമ്മുടെ ടീംസ് ഒരു 5-8 സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു. എവിടെ ഇയാളുടെ ട്രേസ് കിട്ടിയാൽ അവിടെ പെട്ടെന്ന് ഒന്ന് ഇയാളെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടാരഡ് പ്ലാനും നമ്മൾ. ഇദ്ദേഹത്തിൻ്റെ ബിഹേവിയർ കൂടി നമ്മൾ സൂക്ഷിക്കുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പാസ്റ്റ് ബിഹേവിയർ ഒരുപാട് ആൾക്കാരെ നമ്മൾ ഓൾറെഡി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊണ്ട് നമുക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഒരു സൈക്കോളജി എങ്ങനെയാണ്, ഇദ്ദേഹത്തിന് പാസ്റ്റ് ക്രിമിനൽ ബിഹേവിയർ എന്തായിരുന്നു, ഇദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻസ് എന്തൊക്കെ ആയിരിക്കും. ഇത് മാത്രമായിരുന്നു നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻഫർമേഷൻ. ബിക്കോസ് മാക്സിമം ഡിജിറ്റൽ ട്രേസ് ഈസ് ആബ്സെൻറ്റ്. So that was a challenge. So
Ultimately, our team, the field teams were completely under the leadership of our ACP Srikumar Trikakara. അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൽ ഈ ഫീൽഡ്സൊക്കെ ഒരുപാട് ചാലഞ്ച് എടുത്തിട്ടാണ് ഇദ്ദേഹത്തിനെ ട്രേസ് ചെയ്തത്. ഓവറോൾ സൂപ്പർവിഷനും നമ്മളെല്ലാവരുടെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫീൽഡിൽ ചെയ്ത ഓഫീസേഴ്സാണ് ഇതിൻ്റെ ഒരു നല്ല അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ പറയാം. DCP കൂടെ ഉണ്ടായിരുന്നു. DCP ഇപ്പോൾ ബോംബെയിലാണ്. അവിടുത്തെ എക്കണോമിക് ഒഫൻസസ് വിങ്ങിൻ്റെ കേസസ് മറാഠിയിലുള്ള കേസസാണ്, അത് പഠിക്കാൻ വേണ്ടി. SHOയുടെ അധ്വാനം അതിൽ ഒരുപാടുണ്ട്. ടോട്ടലി മോർ ദാൻ 100 സ്റ്റേറ്റ്മെൻറ്റ്സ് വി ഹാവ് ടേക്കൻ. അതിലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓരോ കാര്യം നമുക്ക് ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷന് കുറച്ച് സമയമെടുക്കും. പക്ഷേ നമുക്ക് വി ആർ ഷുവർ that we will get concrete evidences in this case. So അദ്ദേഹത്തിന് ഇന്ന് നമ്മൾ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യും. താങ്ക് യു വെരി മച്ച്. I am open to. ഇപ്പോൾ നിലവിലുള്ള നമ്മൾ ഈ പ്രൈമ ഫേസിയാണ് ഞാൻ പറയുന്നത്, ഇത് കോൺക്രീറ്റ് അല്ല, പ്രൈമ ഫേസിയാണ്. ഇതൊക്കെ നമ്മൾ ഇനി വി ഹാവ് ടു ഫോളോ അവർ പ്രൊസീജിയേഴ്സ് ടു പ്രൂവ് വാട്ട് ഹി ഈസ് സേയിങ്. ബട്ട് പ്രൈമ ഫേസി ഇറ്റ് അപ്പിയർസ് ദാറ്റ് ഹി ഹാസ് കം ടുവേർഡ് അറ്റ്ലീസ്റ്റ് 2 states outside Kerala. At least 2 states. Maximum 3 states. കാറ് നമ്മൾ കണ്ടുപിടിച്ചു. കാർ ഓൾസോ we have located. That we will recover. Okay, I'll take one by one. PMC സർട്ടിഫിക്കറ്റിൽ അവർ പറയാണ് ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ദുരൂഹത ഇനിയുണ്ട്. അത് നമുക്ക് ഇനി അദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യണം. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ വെരി വെരി കോൺട്രഡിക്ടറി. അദ്ദേഹം ഇപ്പോൾ പറയുന്നത് 10 മിനിറ്റ് കഴിഞ്ഞ് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേറെ കാര്യം പറയാണ്. So we have to question him intensely. That will happen, and we have to take evidence also as to what he is saying and what he is not saying. At the same time, the blood spots in the flat, അതിൻ്റെ റിപ്പോർട്ട്സ് കൂടി എനിക്ക് കിട്ടാനുണ്ട്, DNA വിറ്റ്നസ്. പക്ഷേ പ്രൈമ ഫേസി നമ്മൾ പറയുന്നത് ഈ സംഭവം ഫ്ലാറ്റിലാണ് എന്നാണ് നമ്മുടെ ഒരു നിഗമനം. അതിനെ കൂടി എവിഡൻസ് കളക്ട് ചെയ്യാൻ ഇനി ബാക്കി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങൾ പറയാണ്. ഒരു തവണ ഹീസ് സെയിങ് ഹീസ് യൂസ്ഡ് ഹിസ് ഹാൻഡ്സ്, ഹീസ് സെയിങ് ഹീസ് യൂസ്ഡ് എ ക്ലോത്ത്. ഇതൊക്കെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഒരു സയൻറ്റിഫിക് ആയിട്ട് തന്നെ ഇതിൻ്റെ എവിഡൻസ് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് വാട്ട് ഐ സെഡ്. അത് ഏകദേശം നമുക്ക് അത് കൺഫേംഡ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ സ്റ്റിൽ വി ഹാവ് ടൈം. ഹി ഈസ് ഇൻ അവർ കസ്റ്റഡി. വി വിൽ ക്വസ്റ്റൻ ഹിം ഫർദർ, ആൻഡ് ദർ ഇസ് നോ അതർ എവിഡൻസ് ഓഫ് എനി തേർഡ് പാർട്ടി ഇൻ ദിസ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഉള്ള ഡോക്യുമെൻ്ററി എവിഡൻസിൽ റിപ്പോർട്ട് ആയിക്കോട്ടെ, കെമിക്കൽ റിപ്പോർട്ട് ആയിക്കോട്ടെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ള സയൻറ്റിഫിക് എവിഡൻസ്. പ്ലസ് ഇദ്ദേഹത്തിൻ്റെ ഈ എസ്കേപ്പ് പ്ലസ് ഹിസ് കൺഫെഷൻ, ഈ റിപ്പോർട്ട്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പാടും കാറ് നമ്മൾ ലൊക്കേറ്റ് ചെയ്ത് കോയമ്പത്തൂരിലെ. അതാണ് അദ്ദേഹം പല കാര്യങ്ങൾ പറയാണ്. സോ വാട്ട് ഹീ സേസ് ഈസ് he doesn't want the girl to be abandoned after he is gone. So he wants that to be eliminated. So first he wanted to eliminate her and then eliminate himself, which the second step did not happen. That's what he says. അങ്ങനെ ഒന്നും ഇപ്പോൾ ഇതേവരെ ഉള്ള എവിഡൻസസിൽ നമുക്ക് ഒന്നും അങ്ങനെയുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ വി ആർ ഓപ്പൺ ടു ഇറ്റ്, ബട്ട് വി വിൽ നോട്ട് കൺക്ലൂഡ് ലൈക്ക് ദാറ്റ്. He has not come out with any such thing, and we are also looking at various evidences. Pardon?
അദ്ദേഹത്തിന് നമ്മൾ എങ്ങനെ ട്രേസ് ചെയ്തു അതിൻ്റെ ചാലഞ്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഡിജിറ്റൽ ട്രേസ് ഇല്ലാത്ത ഒരു ഇദ്ദേഹത്തിൻ്റെ എസ്കേപ്പ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇദ്ദേഹം ഈ ഒരു എസ്കേപ്പ് എന്നുള്ളത് അത് ഒരു നല്ല പ്രിപ്പറേഷൻ ഉള്ളത് പോലെ നമുക്ക് തോന്നി. പ്രൈമ ഫേസി എവിഡൻസസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഹി ഹാസ് പ്രിപ്പയർഡ് എവറി സ്റ്റെപ്പ് ആൻഡ് every step he is doing is to avoid getting caught. So that was the reason he was not leaving any trace anywhere. Adam, once he planned to escape, so that is the contradiction. He said he wants to die, and he said he is also preparing, taking money here and there, selling a car, selling some gold and taking money and going around. This is his behavior. His behavior and what he is saying are contradiction. They are contradictory. പുറത്തുനിന്ന് എന്താ പറഞ്ഞാലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യേണ്ടത്. കാരണം as far as the evidence is concerned, only 2 persons left from wife's house and one person died, another person now traced. Till now there is no third party involvement anywhere, at least in the conspiracy. After that, wife ne ചോദിച്ചിട്ടുണ്ട്. As we said, അവരുടെ ക്ലോസ് ഇമ്മീഡിയറ്റ് ഫാമിലി തൊട്ട് വൈഫിൻ്റെ ഫാമിലി ആണെങ്കിലും റിലേറ്റീവ്സ് ഫാമിലീസ് ആണെങ്കിലും എല്ലാവരെയും നമ്മൾ ചോദ്യം ചെയ്തിട്ടുണ്ട്. നെയ്ബേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും. സോ ഈ ചോദ്യം ചെയ്തതിൽ ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതിനാണ് നമ്മൾ ഓരോ കാര്യം ചെക്ക് ചെയ്യുന്നത്. Mostly he has not created any digital trace by himself. That was his plan. അതാണ് നമ്മുടെ പ്രൈമ ഫേസി. He had his Aadhaar card with him. Yeah. ഇദ്ദേഹം പറയുന്നത് ക്ലിയർ ആവുന്നില്ല. കസ്റ്റഡി അപേക്ഷ കൊടുക്കും, അദ്ദേഹത്തിന് കോടതി പ്രൊഡ്യൂസ് ചെയ്യും. കസ്റ്റഡി എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ അത് നമ്മൾ എവിഡൻസ് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൊണ്ടുപോകും. നമ്മൾ 15 ദിവസം ചോദിക്കണം. 15 ദിവസം. EOWയിലെ മുംബൈ EOWയിലെ ഒരു ചീറ്റിംഗ് കേസുണ്ട്. ആ കേസ് FIR പ്രകാരം 3 കോടിയാണ്. 3 കോടി ഒരൊറ്റ FIR ഉണ്ട്. ഇപ്പോൾ തൊട്ട് തുടങ്ങും. അപ്പോൾ സമയത്തിനകം നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കസ്റ്റഡി വാങ്ങിക്കും. പിന്നെ അത് തുടരും. അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നമുക്ക് മനസ്സിലായി. ഒരു സെക്യൂരിറ്റി ആണെന്നും ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ആരോടും പറയത്തില്ല, ഒന്നും ഷെയർ ചെയ്യത്തില്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. അതൊക്കെ നോർമൽ ഒരു ഫാമിലി ബിഹേവിയർ ആയിരുന്നു. നോർമൽ ഫാമിലി ബിഹേവിയർ. നമ്മുടെ ഈ PMC പ്രകാരം ഡ്രൗണിങ് ആണെന്ന് പറയുക. ഡ്രൗണിങ് എന്ന് പറഞ്ഞാൽ വെൻ ദ person went into water, he inhaled or she inhaled some air, and with that air water also went in. That is what is the indication. അത് നമുക്ക് എവിഡൻസ് എടുക്കേണ്ടി വരും. That we have to take some evidence because we cannot assess by, so especially he is just caught. He is in that mental state. So we will wait for his various mental states and examine him.
അതിൻ്റെ കൂടെ നമ്മൾ എവിഡൻസ് എടുക്കുകയാണ്. കാരണം ഇതാണ് കോൺട്രഡിക്ഷൻ. ഈ മോളെ കൊന്ന് അദ്ദേഹം ചെയ്യണമെങ്കിൽ ഇപ്പോൾ എവിടെയൊക്കെ നടത്തുന്നുണ്ട്, എവിടെയൊക്കെ എന്തൊക്കെ അറ്റംപ്റ്റ് നടത്തിയെന്നുള്ള എവിഡൻസ് കൂടി നമ്മൾ എടുക്കുകയാണ്. സാധിക്കും. സമയം തെറ്റാണ്. കറക്റ്റ് വി ഹാവ് ട്രേസ്ഡ് ദ ടൈം ആൻഡ് പ്ലേസ്, വി ഹാവ് ട്രേസ്ഡ് ഇറ്റ്. സോ ഇറ്റ് ഇസ് ഓൾ മാച്ചിങ്. Thanks for the suggestion. We will do the needful. If we look at the sequence of events, it's not just an immediate response. അതിൻ്റെ ആയിട്ട് ഒരു പ്രൈമ ഫേസ് എവിഡൻസ് ഒന്നുമില്ല. കിട്ടിയതാണ് കോയമ്പത്തൂർ 50,000. വേറെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എവിഡൻസസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല ഇതേപോലെ. Yes. So we have, when he is in custody, we'll question him further. The whole night we were questioning him. The team has been continuously on the job, and we'll have to prove what he is saying and match it with reality. That is our challenge now. Yeah. See. There are multiple theories, and we obviously, now that he is in hand, we'll definitely be able to contradict, or we will be able to give a matching evidence, whatever he is saying. Some truth, some falsity is there. You have to bring that out. A person can be in different mental states at different times. So we are not concluding like that. Limit. So wherever our team goes, wherever any police, if they come here, we go there. We help each other. Whether it is Tamil Nadu, Coimbatore police, whether it is Goa police, Karnataka police, Mumbai police. So we first tie up, and then teams go. It is അദ്ദേഹം രാത്രി അവിടെ ഒരു 9-9:30 ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മുടെ നിഗമനം. We are also checking the CCTVs and all such evidences, and around between 9:30 to 10:30 എന്നാണ് ഈ സംഭവം. Prima facie evidence suggests like that, but we are waiting for the scientific evidence also. Yeah. Car route is exit of Valaya, that is clear. So after that he has taken mostly public transport. So that is what we have to prove now, where all he went, what all he did. Yeah. അതിന് നമ്മുടെ അന്വേഷണത്തിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓരോ കാര്യം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തതിൻ്റെ 100 കണക്കിന് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇത് ഒരു ഒറ്റ ഫാക്ടർ മാത്രമാണെന്ന് നമ്മൾക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. സോ വി ഹാവ് ടു ആസ്ക്, വി ഹാവ് ടു പ്രൂവ് ഇറ്റ് വേർ എവർ വി ഡു. സോ അദ്ദേഹം പറയുന്നത് പൂനെയിലെ കേസ് ഉള്ളത് കൊണ്ട് അച്ഛൻ മരിച്ചപ്പോൾ അവിടെ നിന്ന് ബന്ധുക്കളൊക്കെ വരും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വർഷൻ.
ഭയന്നിട്ടാണ്. കാരണം അവിടെ നിന്ന് പോലീസ് വന്നാൽ പിടിക്കുമല്ലോ. അതിൻ്റെ നമുക്ക് ഇതുവരെ പ്രൈമ ഫേസ് എവിഡൻസ് ഒന്നുമില്ല, ഇതുവരെ ഇല്ല. അങ്ങനെയുള്ള എവിഡൻസസ് ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല. കഴിഞ്ഞില്ല അങ്ങനെ ഒരു തവണ അങ്ങനെ പറയുന്നു. പക്ഷേ വെൻ വി കോൺട്രഡിക്ട് ഹിം, ഹി ഈസ് സേയിങ് ബട്ട് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വേറെ എവിടെയൊക്കെ പോകുന്നു, പൈസ വാങ്ങിക്കുന്നു, പിന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നു. ഹി ഈസ് ഹൈഡിങ് ഹിംസെൽഫ്. സോ ആയിരിക്കാം. സോ മെൻ്റൽ സ്റ്റേറ്റ്സ് ഡിഫറെൻറ്റ്. പാടൻ ഇതാണ് നമ്മളിപ്പോൾ റിക്കവർ ചെയ്ത കാർ, അതാണ് വിൽപ്പന 50,000. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണിത്. അപ്പോൾ തന്നെ കിട്ടണം, അവിടെ നിന്ന് പോകണം. സോ